ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി കുട്ടികൾക്കരികിലേക്ക് എത്തിയതും കുട്ടികൾ ഹോംവർക്ക് എല്ലാം ചെയ്തതിനു ശേഷം അവരുടെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് നോക്കുകയും ചെയ്തുവെന്ന് കുട്ടികൾ അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ശാലിനി പറഞ്ഞു, എന്നാ എന്റെ മക്കൾ മിടുക്കരാണെന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടികൾ ചോദിച്ചത്, അല്ല അമ്മ ഞങ്ങളോട് ഒരു കൂട്ടം കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞങ്ങള് ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പോ അമ്മ അത് കാണിക്കാമെന്നാ പറഞ്ഞത്. എന്താ അമ്മ അത് എന്ന് സംശയത്തോടെ കുട്ടികൾ അന്വേഷിച്ചപ്പോ ശാലിനി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് ശാലിനി കള്ളം പറയുമ്പോ കുട്ടികൾ പറഞ്ഞു, അമ്മ പറഞ്ഞതാ, മനഃപൂർവ്വം അമ്മ ഞങ്ങളെ കളിപ്പിക്കുന്നതാ. എന്താ അമ്മയൊന്ന് ഓർത്തിട്ട് പറ എന്ന് പറഞ്ഞ് കുട്ടികൾ ശാലിനിയെ നിർബന്ധിച്ചു. ഒടുവിൽ ശാലിനി കുട്ടികളോട്, എന്നാ എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് പറയുന്ന പറഞ്ഞപ്പോ, അത് ഞങ്ങൾക്കറിയില്ലല്ലോ, അമ്മയ്ക്കല്ലേ അറിയൂ എന്ന പപ്പിയുടെ ചോദ്യം കേട്ട് ശാലിനി ചോദിച്ചു, എങ്കിലൊന്ന് ഗസ് എങ്കിലും ചെയ്യേ എന്തായിരിക്കുമെന്ന്. കുട്ടികൾ രണ്ടുപേരും തലപുകച്ച് ആലോചിക്കുന്ന കണ്ടപ്പോ ശാലിനി പറഞ്ഞു, വേണ്ട വേണ്ട, അങ്ങനെയൊന്നും നിങ്ങൾ ആലോചിച്ചാൽ കിട്ടാൻ പോകുന്നില്ല, സർപ്രൈസ് വെക്കുന്നില്ല, ഞാൻ തന്നെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി വേഗം തന്നെ എഴുന്നേറ്റ് കബോർഡ് തുറന്ന് അതിൽ നിന്ന് ചില പേപ്പേഴ്സ് എടുത്ത് കുട്ടികൾക്ക് അരികിലേക്ക് ചെന്നു. എന്നിട്ട് അവരെ അത് നിവർത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണത്. ഇത് കണ്ടതും കുട്ടികൾ ചോദിച്ചു, ഇതെന്താ അമ്മേ? അപ്പോഴാണ് ശാലിനി പറഞ്ഞത്, ഇതേ നിങ്ങളുടെ കൂട്ടുകാരൻ ദീപുവിലെ ദീപുവിന്റെ വീടിന്റെ പ്ലാനാ. ഈ വീടാണ് നമ്മൾ ദീപുവിന് പണിത് കൊടുക്കാൻ പോകുന്നതെന്ന് ശാലിനി അറിയിച്ചതും കുട്ടികൾ അത് കണ്ടിട്ട് വലിയ സന്തോഷത്തോടെ പറഞ്ഞു, കൊള്ളാലോ അമ്മേ, വീട് പണി തീർന്നോ എന്ന് ചോദിച്ചപ്പോ, ഇല്ല, കുറച്ചുകൂടി ഉണ്ട് എന്ന് ശാലിനി കുട്ടികളോട് അറിയിച്ചു. ഉടനെ ആ വീടിനകത്തെ പ്ലാനൊക്കെ വിശദമായി ശാലിനി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കണ്ടുവന്ന പപ്പി പറഞ്ഞു, അമ്മേ, അവൻ ദീപു പറഞ്ഞതേ ദീപുവിന്റെ മുറിയിൽ ഒരു അക്വേറിയം വേണമെന്നാണ് എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, അതൊക്കെ വെക്കാന്നേ, അതിനുള്ള സ്പേസ് ഒക്കെ ആ മുറിക്കുണ്ട്. അപ്പോഴേക്കും സത്യസങ്കടത്തോടെ പറഞ്ഞു, അവന്റെ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ചൊരു റൂം എന്നത്. അവനത് എപ്പോഴും പറഞ്ഞ് സങ്കടപ്പെടാറുണ്ട് എന്ന് ദീപുവിനെ കുറിച്ച് ശാലിനിയോട് കുട്ടികൾ പറഞ്ഞപ്പോ അത് കേട്ട ശാലിനി പറഞ്ഞു, അതിപ്പോ ആ സങ്കടം മാറ്റാൻ ഒരു പോംവഴിയേ ഉള്ളൂ. നമുക്കേ ദീപുവിന്റെ ചേച്ചിയുടെ ഒരു ഫോട്ടോ ആ മുറിയിൽ വെച്ച് കൊടുക്കാം, അപ്പോ ദീപുവിന്റെ ആ സങ്കടം മാറുമല്ലോ എന്ന് പറഞ്ഞത് അത് കേട്ടതോടെ പപ്പി ചോദിച്ചു, നമ്മുടെ അച്ഛന്റെ ഫോട്ടോ റൂമിൽ വെച്ചിരിക്കുന്ന പോലെ അല്ലേ അമ്മേ എന്ന് ചോദിച്ചു. ശാലിനി അപ്പോഴേക്കും വിഷ്ണുവിന്റെ ഫോട്ടോയെ നോക്കി വേദനയോടെ കുട്ടികളെ നോക്കുമ്പോഴേക്കും ഉടനെ പപ്പി പറഞ്ഞത് കേട്ട് ശാലിനി സങ്കടത്തോടെ ഇരിക്കുമ്പോ സത്യമോള് ചോദിച്ചു, അതെങ്ങനെയാ പപ്പി, നമ്മുടെ അച്ഛൻ മരിച്ചു പോയിട്ടൊന്നും ഇല്ലല്ലോ, അച്ഛൻ ഇങ്ങോട്ടോ പോയതല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതും ശരിയാ എന്ന് പപ്പി സമ്മതിച്ചു. അത് കേട്ട് കുട്ടികൾ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പൊന്നി അവർക്ക് കുടിക്കാനുള്ള പാലുമായിട്ട് എത്തിയത്. എന്തായാലും വീട് പണിയൊക്കെ കഴിയുമ്പോ ദീപുവിന് വലിയ സന്തോഷമാവും. നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചപ്പം സന്തോഷമായമ്മേ എന്ന് കുട്ടികൾ പറഞ്ഞു നിൽക്കുമ്പോഴാണ് കുട്ടികൾക്ക് കുടിക്കുവാനുള്ള പാലുമായിട്ട് പൊന്നി അവിടേക്ക് എത്തിയത്. രണ്ടു പേർക്കുള്ള പാല് റെഡി എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് രണ്ടുപേർക്കും പാല് കൊടുത്തപ്പോഴേക്കും ശാലിനി പറഞ്ഞു, പാല് മുഴുവൻ കുടിച്ചോണം കേട്ടോ, എന്നിട്ട് വേണം ഉറങ്ങാനായിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും രണ്ടുപേരും നന്നായിട്ട് പഠിക്കുകയും ചെയ്തോണം എന്നൊക്കെ ശാലിനി കുട്ടികൾക്ക് നിർദ്ദേശം നൽകുമ്പോൾ താഴെ നിന്ന് സത്യമ്മ കുട്ടികളെ വിളിച്ചു. പപ്പി, സത്യയെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചപ്പോഴേക്കും പപ്പി പറഞ്ഞു, എന്നാ ഈ പാല് പിടിച്ചേ, ഞാനേ ഒന്ന് പോയി ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു, അതെ, ഞാനും പോയിട്ട് വരാം. അങ്ങനെ രണ്ടുപേരും പാല് തിരിച്ച് പൊന്നിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് രണ്ടുപേരും ഓടിപ്പോകുന്നു. ഇത് കണ്ടതും ശാലിനി കുട്ടികളെ വിളിച്ചപ്പോഴേക്കും അവർ സത്യഭാമയ്ക്ക് അരികിലേക്ക് ഓടിപ്പോയി. ഉടനെ പൊന്നി പറഞ്ഞ്, കുഞ്ഞിനോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞു പൊന്നി, എന്താ എന്ന് ശാലിനി അന്വേഷിച്ചപ്പോഴേക്കും ഉടനെ ശാലിനിയോട് പൊന്നി പറഞ്ഞു, അതെ, ഇന്ന് സത്യാമ്മ ശിവനെ കുറെ വഴക്ക് പറഞ്ഞു, അത് കുഞ്ഞിന്റെ കാര്യം പറഞ്ഞിട്ടാ എന്ന് പറഞ്ഞപ്പോ ശാലിനി സത്യഭാമ എന്താ സംസാരിച്ചെന്നുള്ള സംശയത്തോടെ പൊന്നിയെ നോക്കി. പൊന്നിയപ്പോഴേക്കും വിശദമായിട്ട് കാര്യങ്ങൾ ശാലിനിയെ ധരിപ്പിച്ചു. ശിവനെക്കുറിച്ച് സത്യാമ്മയുടെ മനസ്സിലുള്ള സംശയം അത് എന്താണെന്ന് ശാലിനി തിരിച്ചറിഞ്ഞതോടെ ശാലിനി പറഞ്ഞു, സത്യാമ്മ അങ്ങനെയൊന്നും ശിവനോട് ചോദിക്കാൻ പാടില്ലായിരുന്നു. സത്യാമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കാമായിരുന്നു. പക്ഷെ ശിവനോട് ചോദിച്ചത് ഭയങ്കര മോശമായിപ്പോയി. എന്തായാലും ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. സത്യാമ്മയുടെ മനസ്സിൽ എന്തോ കരട് കടന്നു കൂടിയിട്ടുണ്ട്. അത് ഇപ്പൊ തന്നെ തീർക്കണം. അതില്ലാതാക്കിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ശാലിനി വേഗം പോകാൻ തുടങ്ങിയപ്പോഴേക്കും പൊന്നി പറഞ്ഞു, കുഞ്ഞേ, എനിക്കും അത് ശരിയായില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുഞ്ഞിനോട് ഇക്കാര്യം പറഞ്ഞത്. ഇത് ഞാനാ പറഞ്ഞെന്ന് കുഞ്ഞ് സത്യാമ്മയോട് പറയല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും കുട്ടികൾ രണ്ടുപേരും അവിടെ കൂടിയെത്തി. ഈ സത്യാമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് രണ്ടുപേരും ബെഡിലേക്ക് കയറി. എന്താന്നുള്ള രീതി ചാനൽ നോക്കിയപ്പോഴേക്കും സത്യ പറഞ്ഞു, അതെ, അച്ചച്ചന്റെ കണ്ണട കാണാനില്ല, അതിനാ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോഴേക്കും പൊന്നി ചോദിച്ചു, എന്നിട്ട് കിട്ടിയോ? പിന്നെ അച്ചച്ചൻ അത് ഓർമ്മയില്ലാതെ അവിടെ ഇവിടെയും കൊണ്ട് വെക്കുമല്ലേ, ഞങ്ങൾ തപ്പിയെടുത്ത് കൊടുത്തു എന്ന് കുട്ടികൾ പറഞ്ഞപ്പോഴേക്കും
പൊന്നി ശാലിനി അവിടുന്ന് പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് കുട്ടികളെ നോക്കി പൊന്നി പറഞ്ഞു, ആ അതൊക്കെ ഇരിക്കട്ടെ, ഇതാ ഈ പാല് രണ്ടുപേരും കുടിച്ചേ വേഗം എന്ന് പറഞ്ഞ് പൊന്നി കുട്ടികളുടെ കയ്യിലേക്ക് ആ ഗ്ലാസ് നൽകി. അപ്പോഴാണ് സത്യമ്മ കണക്കുകൾ ചെക്ക് ചെയ്യുന്നതിനിടയിൽ പിള്ളച്ചേട്ടനോട് ഇതിനകത്ത് ഒരു 5000 രൂപ കുറവുണ്ടല്ലോ പിള്ളേ എന്ന് സത്യഭാമ അന്വേഷിച്ചത്. ഉടനെ പിള്ളച്ചേട്ടൻ പറഞ്ഞു, അത് പിന്നെ കഴിഞ്ഞ ദിവസം പൊന്നി അഡ്വാൻസ് ആയിട്ട് ഒരു 5000 രൂപ വാങ്ങിച്ചിരുന്നു, അതാ സത്യാമ്മേ എന്ന് പറഞ്ഞപ്പോ, എന്നിട്ട് അവൾ അങ്ങനെ ഒരു ആവശ്യം ഇവിടെ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും പിള്ളച്ചേട്ടൻ പറഞ്ഞു, അത് ആശുപത്രി കേസിനോ മറ്റെന്തോ ആണ്, അതാ സത്യാമ്മേ എന്ന് പറഞ്ഞു. ഉടനെ ശരി എന്ന് പറഞ്ഞ് ഇതുകൊണ്ട് ഈ പിള്ള അകത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞ് തന്റെ കയ്യിലിരിക്കുന്ന ബുക്ക് സത്യമ്മ പിള്ളയെ ഏൽപ്പിച്ചു. പിള്ളയെ അത് അകത്തേക്ക് കൊണ്ടുവെക്കാനായി പോയ സമയത്താണ് ശാലിനി താഴേക്ക് എത്തിയത്. ശാലിനി സത്യാമ്മയ്ക്ക് അരികിലേക്ക് വന്നതും സത്യഭാമ ശാലിനിയെ നോക്കി. ഉടനെ ശാലിനി പറഞ്ഞു, സത്യാമ്മ ശിവനോട് അങ്ങനെ സംസാരിച്ചത് വളരെ മോശമായി പോയി. ശിവൻ നമ്മുടെ ഇവിടുത്തെ ജോലിക്കാരനല്ലേ സത്യാമ്മേ. സത്യാമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് നേരിട്ട് ചോദിക്കാം. ഞാൻ സത്യാമ്മയുടെ മരുമകളാണ്, സത്യാമ്മയുടെ മകളുടെ ഭാര്യ, മകന്റെ ഭാര്യ. ആ നിലയ്ക്ക് സത്യാമ്മയ്ക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എന്നെ ശിക്ഷിക്കുകയോ തല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുകയും ചെയ്യാം. പക്ഷെ അത് ശിവനോട് ചോദിച്ചത് വളരെ മോശമായി പോയി. കാരണം ശിവൻ നമ്മുടെ ജോലിക്കാരനാ സത്യാമ്മേ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചോദ്യം, അതും ശിവനെ എന്നെയും ചേർത്ത് വെച്ചുള്ള അത്തരം സംശയം, അത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, അതെ, എന്റെ മനസ്സിൽ എന്തുണ്ടേലും അത് ഞാൻ വെട്ടി തുറന്ന് ചോദിക്കും. അതാണ് എന്റെ പ്രകൃതമെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനി പറഞ്ഞു, സത്യമേ, ഒരു കാര്യം എനിക്ക് പറയാം. ഒന്ന് മാത്രമേ ഉള്ളൂ. വിഷ്ണുവേട്ടൻ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും മരണം വരെ ഈ ശാലിനി വിഷ്ണുവേട്ടന്റെ പെണ്ണായിരിക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. വിഷ്ണുവേട്ടന്റെ പെണ്ണായി തന്നെ ഈ ശാലിനി എന്നും ജീവിക്കുകയുള്ളൂ, എന്നും സത്യാമ്മയുടെ മരുമകളായിട്ട് തന്നെ. അത് തീർച്ച എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി വിഷ്ണുവിന്റെ കാര്യം ഓർത്ത് സങ്കടത്തോടെ വിഷ്ണുവേട്ടൻ മാത്രമേ എന്നും ഈ മനസ്സിലുള്ളൂ എന്നും അറിയിച്ചിട്ട് വിഷമത്തോടെ ശാലിനി മുകളിലേക്ക് കയറി പോകുന്ന കണ്ടപ്പോ സത്യാമ്മ എന്ത് പറയാനെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് അകന്നിരുന്നു. അപ്പോഴേക്കും അത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ പിള്ളച്ചേട്ടൻ സത്യാമ്മയോട് പറഞ്ഞു, സത്യാമ്മേ, ശാലിനി കുഞ്ഞ് പാവാ. ശാലിനി കുഞ്ഞിനെ കുറിച്ച് സത്യാമ്മ അങ്ങനെ ഇനി സംശയമൊന്നും മനസ്സിൽ കൊണ്ടു നടക്കരുത്. കാരണം ആ കുഞ്ഞൊരു പാവമാണ് സത്യാമ്മേ. ആ കുഞ്ഞിന്റെ മനസ്സിൽ വിഷ്ണു കുഞ്ഞ് മാത്രമേ ഉള്ളൂ എന്ന് പിള്ളച്ചേട്ടൻ സത്യഭാമയോട് പറഞ്ഞു. ആ കുഞ്ഞിനെ സംശയിക്കുന്നത് ദൈവം പോലും പൊറുക്കില്ല സത്യാമ്മ എന്ന് പറഞ്ഞപ്പോ ആ കുഞ്ഞിനെ മനസ്സറിഞ്ഞ് സത്യാമ്മയ്ക്ക് വിശ്വസിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് സത്യഭാമയോട് പിള്ളച്ചേട്ടൻ അറിയിച്ചു. അതിനുശേഷം ശാലിനി കുട്ടികൾ ഉറക്കമായപ്പോഴേക്കും കുട്ടികളെ ബെഡിലേക്ക് കിടത്തി അവരെ പുതപ്പിച്ച് കിടത്തുമ്പോഴേക്കും ശാലിനി അതിനുശേഷം നേരെ വാഷ്റൂമിൽ കയറി കിടക്കാനായി ശാലിനിയും ബെഡിനരികിലേക്ക് എത്തി. അപ്പോഴാണ് സത്യാമ്മ അവിടേക്ക് കയറി വന്നത്. മക്കള് ഉറങ്ങിയല്ലേ എന്ന് ചോദിച്ച് അരികിലേക്ക് വന്ന് വിശേഷം ചോദിച്ചപ്പോഴേക്കും ഇപ്പൊ അങ്ങ് ഉറങ്ങിയതേ ഉള്ളൂ സത്യാമ്മേ എന്ന് ശാലിനി മറുപടി നൽകി. സത്യാമ്മ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു, മോളെ, നിന്നോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. സത്യത്തിൽ ഞാൻ അങ്ങനെ സംസാരിച്ചത് നിനക്കറിയാവല്ലോ, നിനക്ക് ലോകവും ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി മനുഷ്യരുമായിട്ട് ഇടപഴകി നിനക്ക് നല്ല പരിചയവുമുണ്ട്. എന്നാൽ എന്റെ ലോകമെന്ന് പറയുന്നത് ഈ വീട് മാത്രമാണ്. അതിൻ്റെതായ ഒരു കുറവ് എനിക്കുണ്ട് താനും. അതുകൊണ്ട് തന്നെ എന്റെ കുടുംബം ഞാൻ എന്നും ഭദ്രമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അവിടെ എന്നും സന്തോഷ സമാധാനവും ഉണ്ടാകണം. ഇന്ന് ഈ കുടുംബം എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കേണ്ടതായിരുന്നു. മോളെ, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് തെറ്റായി പോയി. അതിന് മോൾ എന്നോട് ക്ഷമിക്കേ. അപ്പോൾ ഒരു നിമിഷത്തിൽ എനിക്ക് അങ്ങനെ എന്തോ ഒരു ചിന്ത മനസ്സിൽ കടന്നുകൂടി. അതുകൊണ്ടാ. എന്തായാലും ഇതിനൊക്കെ കാരണക്കാരൻ എന്റെ മോനാണല്ലോ, എന്റെ വിഷ്ണു. അവൻ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം നടത്തിയത് കൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അവൻ ഈ ലോകത്ത് എവിടെയോ ഉണ്ട്. അവൻ കൂടി ഈ വീട്ടിൽ ഈ സമയത്തുണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടെ നമ്മളിവിടെ കഴിയുമായിരുന്നു. പക്ഷെ അതൊന്നും അവൻ ചിന്തിക്കുന്നില്ല. എവിടെയോ അവൻ ഒളിച്ചോടി പോയിരിക്കുക. സത്യത്തിൽ അവനൊരു ഭീരുവാ. ജീവിതത്തെ അവന് നേരിടാനുള്ള ഭയം കൊണ്ട് എവിടെയോ ഒളിച്ചോടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഞാൻ എന്നെ തന്നെയാണ് ശപിക്കുന്നത്. എൻ്റെ മകനോട് എനിക്കിപ്പോ വെറുപ്പാണ്. കാരണം ഇത്രയും ഭീരുവായ ഒരു മകനാണല്ലോ ഞാൻ ജന്മം നൽകിയതെന്നോർത്ത് എന്നോട് തന്നെ എനിക്ക് പുച്ഛമാണ് എന്ന് സത്യാമ്മ ശാലിനിയോട് വിഷ്ണുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അതെല്ലാം കേട്ട ശാലിനിയുടെ മനസ്സ് പറഞ്ഞു, സത്യാമ്മയുടെ മകൻ ഭീരുവല്ല, മരിക്കുന്നത് വരെ ധീരനായിരുന്നു. സ്വന്തം മരണം പോലും തന്റെ കുടുംബത്തെയോ അച്ഛനമ്മമാരെയോ ഭാര്യയോ മക്കളെയോ അറിയിക്കാൻ ആഗ്രഹിക്കാത്ത ധീരൻ. അതുകൊണ്ട് തന്നെ
സത്യാമ്മ ആ മകനെ കുറിച്ച് ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ല എന്ന് ശാലിനി മനസ്സുകൊണ്ട് സത്യാമ്മയോട് പറയുകയും ചെയ്തു. അതിനുശേഷം സത്യഭാമ ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് എന്തിനും ഞാനുണ്ട് കൂടെ. അമ്മ ശാരദാമ്മ ഒപ്പമില്ല എന്നോർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, സത്യാമ്മ എന്നോട് എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാനതൊക്കെ എപ്പോഴേ മറന്നു കളഞ്ഞു. സത്യത്തിൽ സത്യാമ്മ എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെയാ, ആ സ്ഥാനത്ത് തന്നെയാ സത്യാമ്മയെ ഞാൻ കാണുന്നതും എന്ന് ശാലിനി പറയുമ്പോൾ സത്യഭാമ പറഞ്ഞു, മോളെ, ശാരദാമ്മ ഇല്ല എന്നുള്ള ആ ഒരു സങ്കടം മോൾക്ക് വേണ്ട. അമ്മ അരികിൽ ഇല്ല എന്നുള്ള വേദനയും മോൾക്ക് വേണ്ട. കാരണം എന്നും ഈ സത്യാമ്മ മോൾക്കൊപ്പം ഉണ്ടാകും. ശാരദാമ്മയ്ക്ക് പകരമായിട്ട് എന്നും ഈ സത്യാമ്മ മോളുടെ കൂടെ ഉണ്ടാവും. എന്തും മോൾക്ക് ഈ സത്യാമ്മയോട് പറയാം, എന്ത് സങ്കടവും ഈ സത്യാമ്മയോട് പങ്കുവെക്കാം എന്ന് പറഞ്ഞ് സത്യഭാമ ശാലിനിയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുമ്പോൾ സത്യാമ്മ എന്ന് വിളിച്ച് ശാലിനിയും സത്യാമ്മയുടെ നെഞ്ചിലേക്ക് ചേരുന്നു. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നപ്പോ ഗോപാലകൃഷ്ണൻ ശാരികയുടെ കുഞ്ഞിനുള്ള കുറുക്കുണ്ടാക്കി ശാരികയെ അന്വേഷിച്ച് മുറിയിലേക്ക് വന്നു. മോളെ ശാരി എന്ന് വിളിച്ച് അകത്തേക്ക് കയറിയതും മുറിയിൽ എങ്കും തന്നെ ശാരികയെ കാണുന്നില്ല. അവിടെ എല്ലായിടത്തും കുഞ്ഞിനെയും ശാരികയും അന്വേഷിച്ചു. അവിടെ വീടിനകത്തെങ്ങും കാണാത്തത് കൊണ്ട് പതിയെ ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങി ശാരി എന്ന് വിളിച്ചു തുടങ്ങി. അപ്പോഴേക്കും രോഹിത് അവിടേക്ക് എത്തി. എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, ശാരിയെ കാണുന്നില്ല. ഞാൻ ഇവിടെ എല്ലായിടത്തും നോക്കി, കുഞ്ഞിനെയും കാണുന്നില്ല. ഇനി എന്തായാലും കടുങ്കി അവള് ചെയ്തോ? ഇന്നലത്തെ ബഹളം കാരണം അവള് ഈ വീട് വിട്ടങ്ങാൻ ഇറങ്ങി പോയോ എന്ന് ചോദിച്ചപ്പോഴേക്കും രോഹിത് പറഞ്ഞു, ഞാൻ അപ്പുറത്തൊക്കെ ഒന്ന് നോക്കട്ടെ അച്ഛാ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനും രോഹിത്തും അവിടെ എല്ലായിടത്തും ശാരികയെ അന്വേഷിക്കുന്നു. അവിടെയൊന്നും കാണാത്തത് കൊണ്ട് വേഗം തന്നെ ഗോപാലകൃഷ്ണൻ കിച്ചണിലേക്ക്, അവിടുത്തെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് കയറി. അവിടെ ചെന്ന് ശാന്തയോട് ചോദിച്ചു, ശാന്തേ, ശാരിയെ കുഞ്ഞു എങ്ങാനും പുറത്തേക്കെങ്ങാനും ഇറങ്ങി പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല ഗോപാലേട്ടാ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല, അവരെ രണ്ടുപേരെയും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ആകെ ടെൻഷനോടെ കടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി. ഇത് കേട്ടുകൊണ്ട് അവിടെ നിന്നിരുന്ന കുറുപ്പ് മാഷും വേഗം പുറത്തേക്ക് വന്നു. എന്താ ഗോപാലകൃഷ്ണ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും, ശാരിയെ രാവിലെ മുതൽ കാണുന്നില്ല മാഷേ എന്ന് പറഞ്ഞു. ശാരി ഇത് എവിടെ പോകാനാ? ഇവിടെ നിന്നല്ലാതെ എങ്ങോട്ട് പോകാനാ എന്നൊക്കെ കുറുപ്പ് മാഷ് അന്വേഷിച്ചപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അറിയത്തില്ല. ഉടനെ ഗോപാലകൃഷ്ണനോട് കുറുപ്പ് മാഷ് ചോദിച്ചു, അല്ല, ഇന്നലെ വല്ല ബഹളോ വല്ല ഉണ്ടായോ, ഇവിടെ വല്ല വഴക്കോ ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ വിഷമിച്ച് മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും അടുത്തുനിന്ന് ശാന്ത പറഞ്ഞു, പിന്നെ കാണാതിരിക്കുമോ മാഷേ, ഇവിടെ ശാരദാമ്മ എങ്ങനെ കൊണ്ടു നടന്ന വീടായത്. ശാരദാമ്മ ഉണ്ടായിരുന്നപ്പോ എത്ര സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്ന വീടാ. പക്ഷെ ഇപ്പം അതാണോ സ്ഥിതി? എന്നും ബഹളവും അലമ്പും, അത് മാത്രമല്ലേ ഇവിടെ ഉള്ളൂ എന്ന് ശാന്ത ആ കുടുംബത്തെ കുറിച്ച് സത്യം അറിയിച്ചു. എല്ലാം കേട്ടതും ഗോപാലകൃഷ്ണൻ ആകെ ടെൻഷനിലായി. ഉടനെ കുറുപ്പാഷ് പറഞ്ഞു, ടെൻഷൻ ആവാതെ ഗോപാലകൃഷ്ണ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഗോപാലകൃഷ്ണൻ സമാധാനപ്പെടും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇനി അടുത്ത ബന്ധുക്കളുടെ ആരുടെയും വീട്ടിലേക്ക് പോയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഒന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെ കുറുപ്പുമാഷ് സമാധാനിപ്പിച്ചു. അപ്പോഴാണ് വിജയലക്ഷ്മിയുടെ വീടിന്റെ മുറ്റത്ത് അവിടെ കുഞ്ഞിനെ ശാരിക ഉപേക്ഷിച്ച നിലയിൽ കണ്ടത്. ആ കുഞ്ഞിന്റെ രാവിലെ അവിടെ കിടന്ന് കുഞ്ഞ് കരയുന്ന ഒച്ച കേട്ട് ഉറക്കത്തിലായിരുന്ന കുട്ടികൃഷ്ണൻ കണ്ണു തുറന്നു നോക്കി. എവിടെ പോയി എന്ന് സംശയപ്പെട്ട് കുട്ടികൃഷ്ണൻ അങ്ങനെ നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയാതെ സംശയത്തോടെ ഒരു കുഞ്ഞു കരയുന്ന ശബ്ദമുള്ള കേട്ടത് എന്ന് പറഞ്ഞ് ആദ്യം കുട്ടികൃഷ്ണൻ ഒന്ന് എണീറ്റു. എന്നിട്ട് കുറച്ചു നേരം നോക്കി, ഇവിടെ എവിടുന്നാ കുഞ്ഞു വരുന്നത് എന്നാലോചിച്ച് വീണ്ടും തനിക്ക് തോന്നിയതാണെന്നുള്ള ചിന്തയിൽ കുട്ടികൃഷ്ണൻ വീണ്ടും പുറച്ചു കിടക്കാൻ തുടങ്ങിയപ്പോഴേക്കും വിജയലക്ഷ്മി അവിടേക്ക് കുട്ടികൃഷ്ണനെ കുടിക്കുവാനുള്ള ചായയുമായിട്ടെത്തി. എന്തെടുക്കാൻ പോവാ, വീണ്ടും കിടക്കുവാണോ എന്ന് ചോദിച്ചതും അല്ലാതെ എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞ് കുട്ടികൃഷ്ണൻ വീണ്ടും കിടക്കാൻ തുടങ്ങിയിട്ട് ചായ എടുത്ത് കുടിക്കാനായി വേഗം ചാടി എഴുന്നേറ്റു. അപ്പോഴാണ് കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടത്. കുട്ടികൃഷ്ണൻ ശബ്ദം കേട്ട് ഒന്ന് ചെവി ഊന്നിയപ്പോഴേക്കും അടുത്തുനിന്ന് വിജയലക്ഷ്മി ചോദിച്ചു, എന്താ ആങ്ങളെ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതേ, ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം കേൾക്കുന്നില്ലേ, നീ ഒന്ന് കാതോർത്ത വിജയലക്ഷ്മി എന്ന് പറഞ്ഞപ്പോഴേക്കും, ശരിയാണല്ലോ, വാതിക്കൽ നിന്ന് കുഞ്ഞു കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, എന്തായാലും നമുക്ക് നോക്കിക്കളയെന്ന് പറഞ്ഞ് വേഗം തന്നെ കുട്ടികൃഷ്ണൻ അത് നോക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് വീടിന്റെ വാതിക്കലേക്ക് എത്തി. അപ്പോഴാണ് പുറത്ത് ഒരു കുഞ്ഞു കിടന്ന് കരയുന്നത് കണ്ടത്. കുട്ടികൃഷ്ണൻ അവിടെ നിന്ന് വേഗം വിജയലക്ഷ്മിയെ വിളിച്ചു. വിജയം, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞതും വിജയലക്ഷ്മി വാതിക്കലേക്ക് എത്തി. എന്താ ആങ്ങളെ, അതുകൊണ്ട് ഒരു കുഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞു. കുഞ്ഞോ, ഇതെങ്ങനെയാ നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞ് വേഗം വാതില തുറന്ന് പുറത്തു വന്ന ആ കുഞ്ഞിനെ എടുത്ത് കുട്ടികൃഷ്ണൻ വിജയലക്ഷ്മിയോട് എടുക്കാൻ പറഞ്ഞു. അയ്യോ, ഇതിനിപ്പോ വല്ല നാടോടി സ്ത്രീകൾ ആരെങ്കിലും ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണോ? എന്തിനായിരിക്കും നമ്മുടെ വീട്ടുപുറത്ത് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്നൊക്കെ ആലോചിച്ച് സംശയപ്പെട്ട് വിജയലക്ഷ്മി അങ്ങനെ നിൽക്കുമ്പോഴേക്കും
ഉടനെ വിജയലക്ഷ്മിയോ പറഞ്ഞു, ഓ ഇനി വല്ല ബംഗാളികളോ വല്ല ഉപേക്ഷിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ കുട്ടിക്കൃഷ്ണൻ വേഗം കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇത് ബംഗാളി കുഞ്ഞൊന്നുമല്ല, ഇത് നല്ല ഒന്നാമത് മലയാളി കുഞ്ഞ് തന്നെയാ, കണ്ടില്ലേ അതിന്റെ മുഖം എന്നൊക്കെ കുട്ടിക്കൃഷ്ണൻ അറിയിച്ചു. ഉടനെ ആ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിട്ട് അവരാകെ സംശയപ്പെട്ട്, ഇതിപ്പോ ആരുടെയാ, നമുക്ക് പോലീസിൽ അറിയിച്ചാലോ എന്ന് ഉടനെ വിജയലക്ഷ്മി ചോദിച്ചു. എന്റെ വിജയം, ഇത് ആരുടെ കുഞ്ഞാന്നോർത്ത് നമ്മൾ പോലീസിൽ അറിയിക്കുക എന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ എന്ന് ആലോചിച്ച് അവർ സംശയപ്പെട്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് അവർക്ക് പരിചയമുള്ള അവരുടെ നാട്ടുകാർ രണ്ടുപേരും ഓടിയെത്തിയത്. അതെ കുട്ടിക്കൃഷ്ണ, വിജയലക്ഷ്മി എന്ന് വിളിച്ചു വന്നതും എന്താടോ കാര്യം എന്ന് കുട്ടിക്കൃഷ്ണൻ അന്വേഷിച്ചു. അപ്പോഴേക്കും അരികിലേക്ക് എത്തി അവർ പറഞ്ഞു, അതെ നിങ്ങളുടെ മരുമകളില്ലേ ആ ശാരിക, അവളെ പോലെയുള്ള ഒരാള് ആ റെയിൽവേ ട്രാക്കില് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന്. ഇപ്പൊ ആ പെങ്കൊച്ചിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അവിടേക്ക് പോകാൻ നോക്കിക്കോ. അപ്പോഴാണ് വാതിൽക്ക് കിടക്കുന്ന ആ കുഞ്ഞിനെ കണ്ടത്. അപ്പോ ഈ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ടായിരിക്കും അവള് പോയത് എന്ന് സംശയത്തോടെ അവർ രണ്ടുപേരും പറഞ്ഞു. സംശയിക്കാനില്ല, ഇതാ കുഞ്ഞിനെ അവൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് തന്നെയാ പോയത്. ഉടനെ കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു, ഇത് നമുക്കിട്ടൊരു പണ്ട് തരാനാണല്ലോ അവൾ എന്നിട്ട് ആ ട്രെയിനിൽ വന്ന് ചാടാനും നോക്കിയത്. സത്യത്തിലെ അവള് മരിക്കാനൊന്നും ചാടിയതൊന്നും ആണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിക്കൃഷ്ണനും വിജയലക്ഷ്മിയും കൂടി സംശയത്തോടെ ആ കുഞ്ഞിനെ കുറിച്ച് സംശയപ്പെട്ട് പറഞ്ഞു. ഉടനെ തന്നെ വിജയലക്ഷ്മി പറഞ്ഞു, ആഹാ ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, ഇവള് നമുക്കൊട്ടൊരു പണി തരാൻ വേണ്ടി വന്നതാ. അപ്പോഴേക്കും അവിടെ നിന്ന് ആ നാട്ടുകാർ പറഞ്ഞു, അതെ നിങ്ങൾ രണ്ടുപേരും വേഗം ആശുപത്രിയിലേക്ക് ചെല്ലാൻ നോക്ക്. അതെ കളിച്ചിരിക്കുന്നത് റെയിൽവേയോടാ, അതുകൊണ്ട് ഇത് ഉടനെ ഒന്നും ഊരി പോരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് മടങ്ങി. ഉടനെ ഇതിനെന്താ ഒരു പോംവഴി എന്ന് ആലോചിച്ച് വിജയലക്ഷ്മിയും കുട്ടിക്കൃഷ്ണൻ ആലോചിച്ചപ്പോഴേക്കും വിജയലക്ഷ്മി പറഞ്ഞു, ഉടനെ തന്നെ ആ ശാരദാമ്മയോ അല്ലെങ്കിൽ ആ കളക്ടറെ വിളിച്ച് പറ കാര്യങ്ങള് അറിയട്ടെ എന്ന് പറഞ്ഞ് വിജയലക്ഷ്മിയും കുട്ടിക്കൃഷ്ണനും ബഹളം ഉണ്ടാക്കി. ഉടനെ കുട്ടിക്കൃഷ്ണൻ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോ വിജയലക്ഷ്മി ചോദിച്ചു, അല്ല ആങ്ങളിത് എങ്ങോട്ട് പോവാ എന്ന് ചോദിച്ചതും കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു, ഞാനേ ആ ശാരദാമ്മയെ ഒന്ന് വിളിക്കട്ടെ, അവരോട് കാര്യങ്ങൾ പറയാൻ എന്ന് പറഞ്ഞ് വേഗം അകത്തേക്ക് കുട്ടിക്കൃഷ്ണൻ പോയി. കുട്ടിക്കൃഷ്ണന്റെ പിന്നാലെ ആ കുഞ്ഞിനെ ആ നിലത്ത് തന്നെ കിടത്തിയിട്ട് വിജയലക്ഷ്മിയും അകത്തേക്ക് കയറി ചെന്നു. എന്താ ആങ്ങളെ എന്ന് ചോദിച്ചതും, ഞാൻ ശാരദാമ്മയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത്, പക്ഷെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് കുട്ടിക്കൃഷ്ണൻ പറഞ്ഞപ്പോഴേക്കും, അതെ ആങ്ങളൊരു കാര്യം ചെയ്യേ, ആ കോൾ അങ്ങ് കട്ട് ചെയ്തിട്ട് കളക്ടറെ വിളിക്ക്, കളക്ടറോട് കാര്യം പറ എന്ന് പറഞ്ഞു. അങ്ങനെ വിജയലക്ഷ്മി പറഞ്ഞതനുസരിച്ച് വേഗം കുട്ടിക്കൃഷ്ണൻ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഈ സമയത്ത് സത്യാമ്മ പപ്പിയെയും സത്യയും സ്കൂളിൽ പോകാനായി റെഡിയാക്കുകയായിരുന്നു. സത്യ മുടിയൊക്കെ ചീകി ഒരുങ്ങി മിടുക്കിയായി മാറി നിൽക്കുമ്പോ പപ്പിയുടെ മുടി പിന്നി കൊടുക്കുന്ന തിരക്കിലായിരുന്നു സത്യഭാമ. സത്യാമ്മ മുടി പിന്നി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് ശിവനും എത്തിച്ചേർന്നു. ശിവനെങ്കിൽ എത്തിയല്ലോ എന്ന് കുട്ടികൾ രണ്ടുപേരും പറഞ്ഞപ്പോഴേക്കും, അതെ ഇതെന്താ നിങ്ങൾ രണ്ടുപേരും ഒരുങ്ങിയില്ലേ എന്ന് ചോദിച്ച് ശിവൻ അരികിലേക്ക് എത്തി. ഞങ്ങൾ എപ്പോഴേ റെഡി, എന്റെ മുടി ഒന്ന് കെട്ടിയാൽ മാത്രം മതിയെന്ന് പപ്പി മറുപടി പറഞ്ഞു. അത് ശരി, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതുപോലെ താമസിക്കാൻ പറ്റില്ല കേട്ടോ, നേരത്തെ തന്നെ റെഡിയായി നിൽക്കണം, എന്നാലും നമുക്ക് ആടിപ്പാടി എൻജോയ് ചെയ്ത് സ്കൂളിലേക്ക് പോകാൻ പറ്റൂ എന്ന് ശിവൻ പറയുമ്പോഴേക്കും അത് കേട്ട പപ്പിയും സത്യയും ഒരുപോലെ പറഞ്ഞു, അതെ ശിവനങ്കിൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു തരും, ഞങ്ങൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും അതെല്ലാം സാധിച്ചു തരും എന്ന് പറഞ്ഞപ്പോഴേക്കും ശിവൻ അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ ഉടനെ പപ്പി സങ്കടത്തോടെ പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷെ ഞങ്ങളുടെ ഒരാഗ്രഹം മാത്രമാണ് സമ്മതിച്ചു തരാത്തത് എന്ന് പറഞ്ഞു. അതെന്താ എന്ന് സംശയത്തോടെ ചോദിച്ചപ്പോഴേക്കും ശിവനോട് കുട്ടികൾ പറഞ്ഞു, അങ്കിളൊന്ന് ആലോചിച്ചേ, എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, അങ്കിള് മറന്നുപോയതായിരിക്കും, എന്തായാലും മക്കള് തന്നെ പറ എന്ന് ശിവൻ ആവശ്യപ്പെട്ടതും കുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛനെ കണ്ടുപിടിച്ച് തരാമെന്ന് ശിവനങ്ങൾ പറഞ്ഞതായിരുന്നു, എവിടെയാണെങ്കിലും അച്ഛനെ കണ്ടെത്തി തരാമെന്ന്, എന്നിട്ട് അതുമാത്രം ശിവനങ്ങൾ സാധിച്ചു തന്നില്ലല്ലോ എന്ന് സങ്കടത്തോടെ കുട്ടികൾ പറയുമ്പോ അത് കേട്ട് നിന്ന ശിവൻ മനസ്സിൽ പറഞ്ഞു, മക്കളെ നിങ്ങളുടെ അച്ഛൻ മരിച്ചുപോയെന്നുള്ള സത്യം ഞാൻ എങ്ങനെയാ നിങ്ങളോട് പറയുക? അതോർത്ത് ശിവനാകെ വിഷമത്തോടെ മക്കളെ തന്നെ നോക്കിയിരിക്കുന്നു.